വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മീൻകറി എല്ലാവരും തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ്. പക്ഷേ ഇത് ഞാൻ മീൻകറിക്ക് കുറച്ചുകൂടെ രുചി കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി എന്ന് നോക്കാം. ഇത് ഞാൻ സാധാരണ ചാളക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് മീൻകറി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു 2 പീസ് ഓട്ടുപുളി, 2 വലിയ പീസ് ഓട്ടുപുളി എടുത്ത് ചെറുതായിട്ടൊന്ന് കീറെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ഒരു തേങ്ങ ചിരകിയതിന് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചിരകിയത് ആദ്യമേ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഓർക്കും മീൻകറി ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം ആണ്. പക്ഷേ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ മീൻകറിക്ക്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇനി നമുക്കിതിലേക്കൊരു 8 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ചിലവർ എരിവ് അധികം ഇഷ്ടമില്ലാത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ എരിവിൻ്റെ അളവിച്ചിട്ട് കുറച്ചെടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. ഒരു ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഉലുവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉലുവയിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടായ ചീനച്ചട്ടിയിലിട്ട് ഉലുവയുടെ നിറം ഒന്ന് മാറുന്നത് വരെ ഈ ഉലുവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മീൻകറിയിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ മീൻകറിക്ക്. ഞാൻ ഇത്രയും ഉലുവ എടുത്തിട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട, അത്രയും ഉലുവയൊന്നും നമുക്ക് മീൻകറിക്ക് ആവശ്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് വറുത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വറുത്ത് നമ്മൾ ഇതേപോലെ ഈ ഒരു നിറമാവുന്ന വരെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് മീൻകറി വെക്കുമ്പോൾ ഇതേപോലെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഉലുവ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതിൽ നിന്നൊരു അര ടീസ്പൂണാണ് ഉദ്ദേശിച്ചത്. ചെറിയ സ്പൂണിൽ 1/2 സ്പൂൺ ഉലുവ നമ്മൾ ഈ അരക്കാൻ പോകുന്ന തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തെന്നും പറഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കയ്പോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ മീൻകറിക്ക്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് നമ്മുടെ മീൻകറിയുടെ അരപ്പ് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു മീൻകറി വെക്കുന്ന ഒരു ചട്ടിയിലേക്ക്, മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മീൻകറി എപ്പോഴും. അപ്പോൾ മൺചട്ടിയിലേക്ക് ഈ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസോളം വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മീൻകറിയിൽ മിക്കവരും മീൻകറി താളിക്കുമ്പോഴാണ് ഉലുവ ഇടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങളുടെ നാട്ടിൽ മീൻകറി വെക്കുന്ന റെസിപ്പിയും കൂടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ റെസിപ്പി ചെയ്യുന്നതായിരിക്കും. അതുപോലെ തേങ്ങ അരക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലോട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ മീൻകറിക്ക്. എൻ്റെ കയ്യിൽ കറിവേപ്പില അധികം ഇല്ലായിരുന്നു, കറിവേപ്പില അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേപ്പില ഇടാതിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 6 പച്ചമുളക് ഒന്ന് നടുവേ കീറിയെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമാങ്ങ, ഒരു 2 ചെറിയ പച്ചമാങ്ങയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിന് അധികം പുളിയും ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുടംപുളിയാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുടംപുളിയെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ മീൻകറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കറി തിളപ്പിക്കാനായിട്ട്. അപ്പോൾ കറി തിളച്ച ഉടനെ തന്നെ ഇതിലേക്ക് മീൻ ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവാത്തത്. അപ്പോൾ ശരിക്കും ഈ അരപ്പിൽ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് മീൻ ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഈ കറി നന്നായിട്ട് തിളച്ച് ഒരുവിധം ഒന്ന് കുറുകി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ചാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം ചെറിയ ചാളയാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. മീൻ ചേർത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാതിരിക്കുക. കാര്യം മീനിന് അധികം വേകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മീൻ വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ ശരിക്കും ആ മീനിലേക്ക് ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട കാര്യം, ഒരുപാട് നേരം വേവിച്ച് വരുമ്പോഴത്തേക്കും മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 5-10 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേ ശരിക്കും ആ മീനിലേക്ക് ആ പുളിയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു ചീനിച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വറുത്ത ഉലുവയല്ല, അല്ലാതെ സാധാരണ ഉലുവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 3 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഈ ഉള്ളി നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ശരിക്കും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴേ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളി ശരിക്കും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കറി താളിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ താളിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില അധികം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കറിവേപ്പിലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കറിവേപ്പില നേരത്തെ ചേർത്താലെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് കറിവേപ്പില കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം വേപ്പില ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഉള്ളി മൂപ്പിച്ചത് നമുക്ക് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.